ഹലോ, നമസ്കാരം. ഞാൻ സഞ്ജു മിതോഷ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു ടോപ്പിക്കുമായി നമ്മൾ വീണ്ടും. വൈദ്യശാസ്ത്രത്തെക്കുറിച്ചും മനുഷ്യ ശരീരത്തെക്കുറിച്ചുമുള്ള അറിവ് ആരോഗ്യകരമായ ജീവിതത്തിന് അനിവാര്യമാണ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അൾട്രാസൗണ്ട് സ്കാനിങ്ങിനെ പറ്റിയാണ്. എന്താണ് അൾട്രാസൗണ്ട്? അൾട്രാസൗണ്ട് തരംഗങ്ങൾ ശരീരത്തിലേക്ക് കടത്തിവിട്ട് ആന്തരിക അവയവങ്ങളെ തട്ടി പ്രതിഫലിക്കപ്പെടുന്ന തരംഗങ്ങൾ കമ്പ്യൂട്ടറിൻ്റെ സഹായത്താൽ ശരീരഭാഗങ്ങളുടെ ചിത്രങ്ങൾ, അവയുടെ ഘടനയും ആരോഗ്യാവസ്ഥയും മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആധുനിക വൈദ്യപരിശോധനാ സംവിധാനമാണ് അൾട്രാസൗണ്ട്. അൾട്രാസൗണ്ട് തരംഗങ്ങൾ ശരീരത്തിലെ ദ്രാവകങ്ങളിലൂടെയും ലഘുകോശങ്ങളിലൂടെയും എളുപ്പത്തിൽ കടന്നു പോകുകയും സാന്ദ്രത കൂടിയ കോശങ്ങളെ തട്ടി പ്രതിഫലിക്കുന്ന തരംഗങ്ങളിൽ നിന്നും ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങളുടെ വ്യക്തമായ ചിത്രം ലഭിക്കുന്നു. മുറിവേൽപ്പിക്കാത്തതും വേദനാരഹിതവും വൈദ്യുത കാന്തിക വികിരണ വിമോചിതവുമായ പരിശോധനയാണ് അൾട്രാസൗണ്ട് സ്കാൻ. അൾട്രാസൗണ്ട് സ്കാനിൽ ഏറ്റവും അധികം ചെയ്തു വരുന്ന സ്കാനിംഗ് ആണ് അൾട്രാസൗണ്ട് അബ്ഡോമൻ. അൾട്രാസൗണ്ട് എന്നത് 20 ഹെർട്സിൽ കൂടുതൽ ഫ്രീക്വൻസികളുള്ള ഒരു ശബ്ദമാണ്. അത് മനുഷ്യ ചെവിയിൽ കണ്ടുപിടിക്കാൻ കഴിയില്ല. ചർമ്മത്തിന് മുകളിൽ നടക്കുന്ന ബാഹ്യ അൾട്രാസൗണ്ട് സ്കാൻ അടിസ്ഥാനപരമായി വേദനാജനകമല്ല. എന്തിനൊക്കെ നമ്മൾ അൾട്രാസൗണ്ട് അബ്ഡോമൻ സ്കാൻ ചെയ്യുന്നു? അൾട്രാസൗണ്ട് തരംഗങ്ങൾ ഉദരഭിത്തിയിലൂടെ പ്രക്ഷേപണം ചെയ്ത് അവയുടെ പ്രതിഫലനത്തെ അടിസ്ഥാനമാക്കി ആന്തരിക അവയവങ്ങളെ പരിശോധിക്കുന്നു. വൈറസ് സംബന്ധിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങളെ തിരിച്ചറിയാൻ ഏറ്റവും സാധാരണമായി ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് അൾട്രാസൗണ്ട് സ്കാനിംഗ്. ലിവർ, ഗോൾ ബ്ലാഡർ, സ്പ്ലീൻ, കിഡ്നീസ്, മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ സച്ച് ആസ് പ്രോസ്റ്റേറ്റ്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് സച്ച് ആസ് യൂട്രസ്, ഓവറി ആൻഡ് ബ്ലാഡർ. ഇതൊക്കെ കാണാനാണ് അൾട്രാസൗണ്ട് അബ്ഡോമൻ ചെയ്യുന്നത്. അൾട്രാസൗണ്ട് വഴി കണ്ടെത്തുന്ന വ്യവസ്ഥകൾ, മുഴകൾ അല്ലെങ്കിൽ അസാധാരണ വളർച്ചകൾ ക്യാൻസറിനെ സൂചിപ്പിച്ചേക്കാം. രക്തം കട്ടപിടിക്കുന്നതിൻ്റെ സാന്നിധ്യം, പ്ലീഹയുടെ വർധനവ്, പിത്താശയ കല്ലുകൾ, അയോർട്ടിക് അന്യൂറിസം, വൃക്കയിലോ മൂത്രസഞ്ചിയിലോ ഉള്ള കല്ലുകൾ, പിത്തസഞ്ചിയിലെ വീക്കം, കരൾ സംബന്ധമായ വ്യത്യാസങ്ങൾ, കിഡ്നി സംബന്ധമായ വ്യത്യാസങ്ങൾ, ഗർഭധാരണം, അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുന്നതിന് മുമ്പ് എന്തിന് നാം വെള്ളം കുടിക്കുന്നു? അൾട്രാസൗണ്ട് ചെയ്യുന്നതിന് 1 മണിക്കൂർ മുമ്പ് നമ്മൾ 1 ലിറ്റർ വെള്ളം കുടിക്കാൻ പറയുന്നത് നമ്മുടെ മൂത്രസഞ്ചി നിറഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. അൾട്രാസൗണ്ടിന് എയറിലൂടെ പാസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഫ്ലൂയിഡ് നിറഞ്ഞിരിക്കുന്ന യൂറിനറി ബ്ലാഡർ നല്ലൊരു മീഡിയമായി ആക്ട് ചെയ്യുന്നു. അതുമൂലം ആന്തരിക അവയവങ്ങളുടെ നല്ലൊരു ദൃശ്യവൽക്കരണത്തിന് സഹായിക്കുന്നു. പൂർണ്ണമായി നിറഞ്ഞു നിൽക്കുന്ന മൂത്രസഞ്ചി കാരണം കുടലിനെ പുറത്തേക്ക് തള്ളുകയും പെൽവിക് ഘടനകളുടെ വ്യക്തമായ ഇമേജിങ്ങിന് സഹായിക്കുന്നു. മറ്റ് നിരവധി ആരോഗ്യ സാഹചര്യങ്ങളെ തിരിച്ചറിയാനും നിഷേധിക്കാനും ഈ സ്കാനിങ്ങിലൂടെ നമുക്ക് സാധിക്കും. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ ആൻഡ് സബ്സ്ക്രൈബ് മീ. താങ്ക് യു.